ഇപ്പോൾ കണ്ണൂർ മുതൽ കോഴിക്കോട് വരെ കല്ലുമക്കായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. തന്നെ ഇതിൻ്റെ പുറത്തെ സ്കിന്ന് നല്ലോണം ക്ലീൻ ആക്കണം. ബിക്കോസ് ഈ മഡ് പാർട്ടിക്കിൾ ഇതിൻ്റെ മേലെ ഉണ്ടാവുന്ന ഇങ്ങനത്തെ ഓരോ പൊടികൾ ഇതെല്ലാം കല്ലുമക്കായിൽ വരും. അപ്പം നമ്മൾ അറിയാണ്ട് ചെറിയ ഷെല്ലെല്ലാം കടിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ഇറിറ്റബിൾ ആണ് ഇത് കഴിക്കുമ്പോൾ. നമ്മളൊരു ഇഡ്ലി ചെമ്പിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവി ക്രിയേറ്റ് ചെയ്താൽ ഇതെന്താവും, ഇതെല്ലാം പൂട്ടിയിട്ടാണ് ഉണ്ടാവുക. ഈ ആവി ഇങ്ങനെ വരുന്ന സമയത്ത് അത് വായ തുറക്കും. ഈ എരിവിനനുസരിച്ച് മുളക്, എനിക്ക് കുറച്ച് എരിവാണ് കൂടുതൽ ഇഷ്ടം. കുറച്ച് മതി കേട്ടോ, മഞ്ഞൾപ്പൊടി അധികം വേണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, അത് ഏത് ഉപ്പായാലും പൊടി ഉപ്പായാലും കുഴപ്പമില്ല. ഉണ്ടാവുന്ന നല്ലോണം മിക്സ് ചെയ്യാം. അത്യാവശ്യമുള്ള സാധനങ്ങളാണ് ഉള്ളി, പച്ചമുളക്, നല്ല ഡാർക്ക് കളറുള്ള കറിവേപ്പില, ഉള്ളിയും എരിവിനുള്ള പച്ചമുളക്, അത് ആവശ്യത്തിനുള്ള പച്ചമുളക് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുക എരിവിനനുസരിച്ചിട്ട്. ഓക്കെ, നന്നായി ചെറുതായി മുറിക്കണം, അല്ലെങ്കിൽ ഇത് കടിക്കും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച കടുക്ക നമുക്ക് പൊരിക്കാം. ഓക്കെ, ഇപ്പം കരിവേപ്പിലൻ്റെ ഫ്ലേവറും കൂടിയിലേക്ക് എൻ്റർ ചെയ്ത് ഇനി നമുക്കത് കോരിയെടുക്കാം. നമുക്ക് ചൂടായ ഇതിലേക്ക് കടുകിടണം. കരിവേപ്പിലൻ്റെ ഫ്ലേവർ കൂടുമ്പോൾ നല്ല ഡാർക്ക് കളറായിരിക്കും. അത് നല്ലോണം ഒന്ന് സ്ക്വീസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഉള്ളി വാട്ടുമ്പോൾ ശ്രദ്ധിക്കണം, ഉള്ളി എല്ലാ ഉള്ളിൻ്റെ പീസിനും ഒരേ കളർ കിട്ടണം. അതിലേക്ക് കുറച്ച് തേങ്ങ, നമുക്ക് തേങ്ങ വേണം. ഇതിലേക്ക് ഈ തേങ്ങ ചിരണ്ടി വെച്ച തേങ്ങ, എത്ര തേങ്ങ ഇടുന്ന അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. നല്ലോണം തേങ്ങ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് മുളക്, ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്. ഇത് നല്ലോണം ഒന്ന് കുഴച്ച് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കുക. ഇനിയിപ്പോൾ ഉള്ളി നമ്മളിതൊന്ന് വാടി വന്ന് ഓവർ കുക്ക് ആവേണ്ട, ഉള്ളിയുടെ ഒരു ചെറിയ കടുപ്പ് നമുക്ക് വേണം. ഇതിലേക്ക് ഞാൻ ഈ കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഞണ്ടി വെച്ച തേങ്ങ, ഈ ഉള്ളിയും ഈ മസാലയൊക്കെ ഒന്ന് കുക്കാവണം. അതിലേക്ക് കല്ലുമക്കായ് ഉണ്ടാവുന്ന നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് ഇതൊന്ന് തണിയാൻ വെക്കാം. അത് ഒരു 4 to 5 hours അരി വേറെ പൊതിർത്തി വെക്കണം. മിക്സിയിലിട്ട് അരച്ച് ഈ ഒരു കട്ടിയിൽ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിനെ കണക്കാക്കിയിട്ട് ഉപ്പിട്ടിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് കുഴച്ച് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ അകത്തുള്ള അപ്പം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് പൊടിയിലേക്ക് അബ്സോർബ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിത് പത്തിരി പോലെ പരത്തിയിട്ട് സ്റ്റഫ് ചെയ്യണം. ഇത് നല്ലൊരു ഒരു ലൈം സൈസ് ബോൾ, ബിഗർ ദൻ എ ലൈം, ഒരു ബോൾ എടുത്ത് ഇതിൽ വെച്ച് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ലേശം വെളിച്ചെണ്ണ കയ്യിൽ തൊടാ ഒട്ടിപ്പോവാണ്ടിരിക്കാൻ ഇത് വെക്കുക. സ്റ്റീം ഒന്ന് അക്യുമുലേറ്റ് ചെയ്ത് റെഡി ആയിക്കോട്ടെ. ഫുൾ സ്പീഡിൽ വെക്കുക. നല്ല ചൂടുണ്ടാവും. ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നിട്ട് കുക്കായിട്ടുണ്ട്. ഇങ്ങനെ വെള്ളോണ്ട് ഇങ്ങനെ നെക്കി നോക്കിയാൽ മതി. അങ്ങനെ ഉറപ്പാണെങ്കിൽ അത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കത് പുറത്തേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് വാഴൻ്റെ ഇലയാണ് ഏറ്റവും ടേസ്റ്റ്. ഇൻ കേസ് വാഴൻ്റെ ഇല ഇല്ലെങ്കിൽ വല്ല ബട്ടർ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കണം.